പുറത്താക്കിയിട്ട് വർഷങ്ങളോളം അവർ ഭൂമിയുടെ നാനാഭാഗങ്ങളിൽ നടന്ന് അവസാനം അവർ രണ്ടുപേരും കണ്ടുമുട്ടിയത് ഈ കാണുന്ന മലയുടെ മുകളിൽ വെച്ചാണ്. ആ മലയുടെ അള്ളാഹു അവരുടെ തൗബ സ്വീകരിക്കുകയും അവർ പരസ്പരം കണ്ടുമുട്ടുകയും ചെയ്തത് ഈ കാണുന്ന മലയുടെ മുകളിൽ വെച്ചാണ്. ഒരടയാളമൊക്കെ അതിൻ്റെ മുകളിലുണ്ട്. ചിലരൊക്കെ അതിൻ്റെ മുകളിൽ കയറാറുണ്ട് ആ ഒരു ഓർമ്മയ്ക്ക് വേണ്ടി. അപ്പോൾ കയറുന്നത് ഒരു വഴി, ഇറങ്ങുന്നതൊരു വഴി, ഇറങ്ങുന്ന ഒരു വഴി, രണ്ട് വഴിയാണ്. അപ്പോൾ ഇതിന് മുകളിൽ ആൾക്കാരിങ്ങനെ കയറാറുണ്ട്. രണ്ടാമത് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹജ്ജത്തുൽ വിദാഇലെ പ്രഭാഷണം നടത്തിയത് ഇവിടെ വെച്ചാണ്. അയ്യോം അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി എന്ന ആ ആയത്ത് ഇറങ്ങിയത് നിബിതങ്ങൾ അവസാനമായിട്ട് പ്രസംഗിച്ചതിൻ്റെ മുകളിൽ വെച്ചാണ്. ഇവിടെ നിന്ന് പ്രസംഗം കേട്ടപ്പോഴാണ് പ്രവാചകൻ പറഞ്ഞത് വല്യ അന്യ വലവായ, ഇവിടെ നിന്ന് പഠിച്ചവരെന്ത് ചെയ്യണം, നിങ്ങളെ പോയി മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ. അങ്ങനെ ഇവിടെ നാനാഭാഗങ്ങളിലേക്ക്, അങ്ങനെ കേരളത്തിലേക്ക് നമ്മുടെ ദീന് വന്നത്. അപ്പോൾ ആ പ്രഭാഷണം അവസാന പ്രസംഗം നടന്ന ഇതിൻ്റെ മുകളിൽ വെച്ചാണ്. മൂന്നാമത്തെ കാര്യം മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ മഹാനായ മുഖറബുൽ അംലാക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇവിടെ വെച്ചാണ് ഹജ്ജിൻ്റെ അമലുകൾ പഠിപ്പിച്ചു കൊടുത്തത്. ഹജ്ജിൻ്റെ അമലുകൾ ഇങ്ങനെ പഠിപ്പിച്ചു കൊടുത്തിട്ട് അവിടെ നിന്ന് ചോദിച്ചു, ഒക്കെ മനസ്സിലായോന്ന്, അറഫ അതിനൊക്കെ മനസ്സിലായോന്ന്. അപ്പോൾ അതുകൊണ്ടാണ് അറഫ എന്ന പേര് വന്നത് എന്ന് ചരിത്രങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അതുമാത്രമല്ല ദുആഇക്ക് ഇജാബത്ത് ഉണ്ടെന്ന്. ആ വർഷങ്ങളോളം ഇങ്ങനെ നടന്നിട്ട് അവസാനം അവരുടെ തൗബ സ്വീകരിച്ച് വെള്ളം അത് ബർക്കത്തിനുള്ളതാണ്.